നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള PSC നടത്തിയ 107/2025 എന്ന ചോദ്യക്കടലാസിലൊരു ചോദ്യവും അനുബന്ധ വിവരവും ഇന്ന് സംസാരിക്കുന്നത്. ക്ലാസ്സുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ചോദ്യം ഇതായിരുന്നു: കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഓപ്ഷൻ എ ഫാത്തിമ ബീവി, ഓപ്ഷൻ ബി KP കേശവ മേനോൻ, ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. കൊഴിഞ്ഞ ഇലകൾ എന്നുള്ളത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയായിരുന്നു. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. അപ്പോൾ കൊഴിഞ്ഞ ഇലകൾ എന്നുള്ളത് ശ്രീ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. ഉത്തരം സി ആണ്. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസിൻ്റെ അനുബന്ധ വിവരങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റാണ് ഈ വീഡിയോയിൽ ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു നോട്ട്ബുക്കും പേനയും കയ്യിൽ കരുതുകയാണ് എങ്കിൽ കൂടുതൽ ഫലപ്രദ. ഫാത്തിമ ബീവിയുടെ സ്വദേശം പത്തനംതിട്ട. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവിയാണ്. അതുപോലെ തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ ഗവർണറുമാണ് ഫാത്തിമ ബീവി. സ്വദേശം പത്തനംതിട്ട, സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി, തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ ഗവർണർ. ഫാത്തിമ ബീവിക്ക് 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2023 കേരള പ്രഭ പുരസ്കാരം ഫാത്തിമ ബീവിക്ക് ലഭിച്ചിട്ടുണ്ട്. 2024 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2024 പത്മഭൂഷൺ ലഭിച്ചു. 2023 നവംബർ 23 ഫാത്തിമ ബീവി അന്തരിച്ചത്. 2023 നവംബർ 23 ഫാത്തിമ ബീവി അന്തരിച്ചത്. ഇവരെക്കുറിച്ചുള്ളൊരു ജീവചരിത്രമാണ് നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ളതാണ്. രചിച്ചത് KT അഷ്റഫ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. KT അഷ്റഫാണ് നീതിയുടെ ധീരസഞ്ചാരം എന്ന കൃതി രചിച്ചത്. അപ്പോൾ ഫാത്തിമ ബീവിയുടെ സ്വദേശം പത്തനംതിട്ടയാണ്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായിരുന്നു. അതുപോലെ തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ ഗവർണറായിരുന്നു. 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചു. 2024 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. 2023 നവംബർ 23 അന്തരിച്ചു. ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ് നീതിയുടെ ധീരസഞ്ചാരം. KT അഷ്റഫ് രചിച്ച നീതിയുടെ ധീരസഞ്ചാരം ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ്. ഓപ്ഷനിൽ മറ്റൊരാളാണ് KP കേശവ മേനോൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് KP കേശവ മേനോൻ ജനിച്ചത്. നോക്കൂ, 1886 KP കേശവ മേനോൻ ജനിച്ചത്. 1886 സെപ്റ്റംബർ 1 KP കേശവ മേനോൻ ജനിച്ചത്. 1886 സെപ്റ്റംബർ 1. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. KP കേശവ മേനോൻ ജനിച്ചത് 1886 സെപ്റ്റംബർ 1 അതുപോലെ അദ്ദേഹം മരിച്ചത് 1978. KP കേശവൻ മരിച്ചത് 1978 നവംബർ 9 അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ തരൂറാണ്. KP കേശവ മേനോൻ്റെ ജന്മസ്ഥലം തരൂർ, പാലക്കാട് ജില്ല. സ്വാതന്ത്ര്യ സമര സേനാനി, പത്രാധിപർ, സാമൂഹ്യ പരിഷ്കർത്താവ്, ഗ്രന്ഥകാരൻ എന്നീ മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുട്ടൻ എന്നായിരുന്നു. KP കേശവ മേനോൻ്റെ ബാല്യകാല നാമം കുട്ടൻ എന്നാണ്. ജനനം 1886 സെപ്റ്റംബർ 1 മരണം 1978 നവംബർ 9 പാലക്കാട് ജില്ലയിലെ തരൂർ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുട്ടൻ എന്നാണ്. പൂർണ്ണമായിട്ടുള്ള പേര് കിഴക്കേ പൊറ്റ കേശവ മേനോൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. കിഴക്കേ പൊറ്റ കേശവ മേനോൻ. KP കേശവ മേനോൻ്റെ പൂർണ്ണമായിട്ടുള്ള പേരാണ് കിഴക്കേ പൊറ്റ കേശവ മേനോൻ. അദ്ദേഹത്തെ കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹത്തെയാണ്. പൂർണ്ണമായിട്ടുള്ള പേര് കിഴക്കേ പൊറ്റ കേശവ മേനോൻ എന്നാണ്. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. അതുകൂടാതെ 1916 പാലക്കാട്ട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം
1916 പാലക്കാട്ട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളന വേദിയിൽ ഇന്ത്യക്ക് സ്വയം ഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ്. 1916 പാലക്കാട്ട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളന വേദിയിൽ ഇന്ത്യക്ക് സ്വയം ഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് കെ പി കേശവമേനോനാണ്. അതുപോലെ 1921 മാപ്പിള ലഹള സമയത്തെ KPCC സെക്രട്ടറി ഇദ്ദേഹമായിരുന്നു. 1921 മാപ്പിള ലഹള സമയത്തെ KPCCയുടെ സെക്രട്ടറി KP കേശവമേനോനായിരുന്നു. അതുപോലെ കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സെക്രട്ടറിയും KP കേശവമേനോനായിരുന്നു. 1916 പാലക്കാട്ട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളന വേദിയിൽ ഇന്ത്യക്ക് സ്വയം ഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് KP കേശവമേനോനാണ്. 1921 മാപ്പിള ലഹള സമയത്തെ KPCCയുടെ സെക്രട്ടറി ഇദ്ദേഹമായിരുന്നു. KPCC എന്നതിൻ്റെ പൂർണ്ണരൂപം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നാണ്. KPCCയുടെ പൂർണ്ണരൂപമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ഇദ്ദേഹമായിരുന്നു. കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി KP കേശവമേനോനാണ്. കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് മഞ്ചേരി രാമയ്യർ. കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് മഞ്ചേരി രാമയ്യറാണ്. കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് മഞ്ചേരി രാമയ്യർ. കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കോഴിക്കോട്. കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്, കോഴിക്കോട്. KP കേശവമേനോനെ പറ്റി പറയുകയാണെങ്കിൽ അടുത്തൊരു പ്രധാന പോയിന്റ്, രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ജപ്പാനിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ജപ്പാനിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി ഇദ്ദേഹമാണ്. 1946 ഐക്യ കേരളത്തിന് വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചനാ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇദ്ദേഹമായിരുന്നു. 1946 ഐക്യ കേരളത്തിന് വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചനാ യോഗത്തിൻ്റെ അധ്യക്ഷൻ KP കേശവമേനോനായിരുന്നു. അതുപോലെ കേളപ്പന് ശേഷം ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ഇദ്ദേഹമാണ്. കേളപ്പന് ശേഷം ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് KP കേശവമേനോൻ. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ഇദ്ദേഹമായിരുന്നു. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ KP കേശവമേനോനാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയുമാണ്. കേരളത്തിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാനിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി KP കേശവമേനോൻ. 1946 ഐക്യ കേരളത്തിന് വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇദ്ദേഹമായിരുന്നു. കേളപ്പന് ശേഷം ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം KP കേശവമേനോനായിരുന്നു. അതുപോലെ മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ഇദ്ദേഹമായിരുന്നു. നെക്സ്റ്റ്, ശ്രീലങ്കയിൽ ഇന്ത്യൻ ഹൈ കമ്മീഷണറായിരുന്ന മലയാളി, അത് KP കേശവമേനോനാണ്. ശ്രീലങ്കയിൽ ഇന്ത്യൻ ഹൈ കമ്മീഷണറായിരുന്ന ആദ്യത്തെ മലയാളി, ഇദ്ദേഹമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഫെല്ലോ എന്നറിയപ്പെടുന്ന KP കേശവമേനോനാണ്. ശ്രീലങ്കയിൽ ഇന്ത്യൻ ഹൈ കമ്മീഷണറായിരുന്ന ആദ്യ മലയാളി, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഫെല്ലോ. നെക്സ്റ്റ്, കേരള സംസ്ഥാനം നിലവിൽ വന്ന 1956 നവംബർ 1 എറണാകുളത്ത് വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഇദ്ദേഹമായിരുന്നു. കേരള സംസ്ഥാനം നിലവിൽ വന്ന 1956 നവംബർ 1 എറണാകുളത്ത് വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ KP കേശവമേനോനായിരുന്നു. KP കേശവമേനോൻ്റെ ആദ്യത്തെ കൃതിയാണ് ലാല ലജപത് റായ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. KP കേശവമേനോൻ്റെ ആദ്യ കൃതിയാണ് ലാല ലജപത് റായ്. KP കേശവൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. KP കേശവൻ്റെ ആത്മകഥ കഴിഞ്ഞ കാലം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതിയാണ് ലാല ലജപത് റായ്. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ജയിൽവാസം അനുഭവിക്കുമ്പോൾ അദ്ദേഹം രചിച്ച കൃതിയാണ് ബന്ധനത്തിൽ നിന്ന് എന്നുള്ളത്. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ജയിൽവാസം അനുഭവിക്കുമ്പോൾ അദ്ദേഹം രചിച്ച കൃതിയാണ് ബന്ധനത്തിൽ നിന്ന്.
കെ.പി. കേശവമേനോൻ്റെ ആദ്യ കൃതി ലാലാ ലജപത് റായ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥ കഴിഞ്ഞ കാലം എന്നുള്ളതാണ്. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ജയിൽവാസം അനുഭവിക്കുമ്പോൾ അദ്ദേഹം രചിച്ച കൃതിയാണ് ബന്ധനത്തിൽ നിന്ന് എന്നുള്ളത്. നെക്സ്റ്റ്, ഗാന്ധിജിയുടെ വിചാരണയെ ആസ്പദമാക്കി അദ്ദേഹം ഒരു കൃതി രചിക്കുകയുണ്ടായി. ഗാന്ധിജിയുടെ വിചാരണയെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച കൃതിയാണ് ദി ഗ്രേറ്റ് ട്രയൽ. ഗാന്ധിജിയുടെ വിചാരണയെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച കൃതിയാണ് ദി ഗ്രേറ്റ് ട്രയൽ. ഗാന്ധിജിയുടെ വിചാരണയെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച കൃതിയാണ് ദി ഗ്രേറ്റ് ട്രയൽ. കെ.പി. കേശവമേനോന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയുടെ പേരാണ് രാഷ്ട്രപിതാവ്. രാഷ്ട്രപിതാവ്. കെ.പി. കേശവമേനോന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത്. തൻ്റെ ഇംഗ്ലണ്ട് യാത്രയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ യാത്രാ വിവരണമാണ് ബിലാത്തി വിശേഷം. ബിലാത്തി വിശേഷം എഴുതിയത് കെ.പി. കേശവമേനോനാണ്. ഇംഗ്ലണ്ട് യാത്ര എന്നുള്ളതിന് പകരം ബ്രിട്ടനെക്കുറിച്ച് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ബിലാത്തി വിശേഷം എന്ന് തന്നെയാണ് എഴുതേണ്ടത്. ബ്രിട്ടൻ എന്നുള്ളതിൻ്റെ ബിയിൽ നിന്ന്, ഇപ്പോൾ ബ്രിട്ടൻ്റെ കഥ പറയുന്ന ബി, ഈ ബ്രിട്ടൻ്റെ ബി ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ബിലാത്തിയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. ബ്രിട്ടനെ പറ്റി പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിലാത്തി വിശേഷമാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു അക്ഷരം ഉണ്ടെങ്കിൽ ആ ബിയിൽ നിന്ന് ബ്രിട്ടനെ പറ്റി പറയുന്ന കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിലാത്തി വിശേഷമാണ്. തൻ്റെ ഇംഗ്ലണ്ട് യാത്രയെക്കുറിച്ച് എഴുതിയ യാത്രാ വിവരണമാണ് ബിലാത്തി വിശേഷം. പിന്നെ മഹാത്മാഗാന്ധി, അതുപോലെ ഗോഖലെ, എബ്രഹാം ലിങ്കൺ, ബാലഗംഗാധര തിലകൻ, ജവഹർലാൽ നെഹ്റു എന്നിവരുടെയൊക്കെ ജീവചരിത്രം അദ്ദേഹം രചിക്കുകയുണ്ടായി. മഹാത്മാഗാന്ധി, ഗോഖലെ, എബ്രഹാം ലിങ്കൺ, ബാലഗംഗാധര തിലകൻ, ജവഹർലാൽ നെഹ്റു എന്നിവരുടെ ജീവചരിത്രം രചിച്ചത് കെ.പി. കേശവമേനോനാണ്. കെ.പി. കേശവമേനോൻ്റെ കൃതികളാണ് പറയുന്നത്. വളരെ പഠിക്കാൻ എളുപ്പമുള്ള കൃതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൃതി എന്ന് പറയുന്നത് നാം മുന്നോട്ട് എന്നുള്ളതാണ്. നാം മുന്നോട്ട്. കെ.പി. കേശവമേനോൻ്റെ ഒരു കൃതിയാണ് നാം മുന്നോട്ട്. നാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? വിജയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നാം മുന്നോട്ട് അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് വിജയത്തിലേക്ക്. നാം മുന്നോട്ട് വിജയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ 2 കൃതികളാണ്. മൂന്നാമത്തെ ഒരു കൃതിയാണ് നവഭാരത ശില്പികൾ എന്ന് പറയുന്നത്. കെ.പി. കേശവമേനോൻ്റെ ഒരു കൃതിയാണ് നാം മുന്നോട്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് വിജയത്തിലേക്ക്. വേറൊരു കൃതിയാണ് നവഭാരത ശില്പികൾ. മറ്റൊന്നാണ് ഭൂതവും ഭാവിയും. അപ്പോൾ 4 കൃതികൾ. ഈ 4 കൃതികൾ, ഈ കാണുന്ന 4 കൃതികൾ ഒരുമിച്ച് പഠിക്കണം. അതായത് നാം മുന്നോട്ട്, വിജയത്തിലേക്ക്, നവഭാരത ശില്പികൾ, ഭൂതവും ഭാവിയും. ഇത് 4 ഒറ്റ സെറ്റായിട്ട് പഠിക്കേണ്ടതാണ്. നാം മുന്നോട്ട്, വിജയത്തിലേക്ക്, നവഭാരത ശില്പികൾ, ഭൂതവും ഭാവിയും. നെക്സ്റ്റ് അടുത്ത് പറയുന്ന ഒരു 3 കൃതിയാണ് ദാനഭൂമി, പ്രഭാത ദീപം, അസ്തമനം. 3 കൃതികൾ. ദാനഭൂമി, പ്രഭാത ദീപം, അസ്തമനം. ദാനഭൂമി ആദ്യം പഠിക്കുക. പിന്നീട് ഇവിടെ ഒരു പ്രഭാതത്തെ പറ്റിയാണ് പറയുന്നത്, പിന്നെ ഒരു അസ്തമനത്തെ പറ്റിയാണ് പറയുന്നത്. ദാനഭൂമി, പ്രഭാത ദീപം, അസ്തമനം. ഇത് 3 അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ദാനഭൂമി, പ്രഭാത ദീപം, അസ്തമനം കെ.പി. കേശവമേനോൻ എഴുതിയ കൃതിയാണ്. നെക്സ്റ്റ് അതിൻ്റെ വ്യക്തികളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് യേശുദേവൻ എഴുതിയത് കെ.പി. കേശവമേനോനാണ്. യേശുദേവൻ. മഹാത്മാഗാന്ധി, ജീവിത ചിന്തകൾ, ജീവിതയാത്രയിലെ മാർഗദർശി. ഇതെല്ലാം അദ്ദേഹം എഴുതിയതാണ്. യേശുദേവൻ, മഹാത്മാഗാന്ധി, ജീവിത ചിന്തകൾ, ജീവിതയാത്രയിലെ മാർഗദർശി, സായാഹ്ന ചിന്തകൾ, സമകാലികരായ ചില കേരളീയർ, കാശ്മീർ കാര്യങ്ങൾ. യേശുദേവൻ, മഹാത്മാഗാന്ധി, ജീവിത ചിന്തകൾ. കെ.പി. കേശവമേനോൻ എഴുതിയ കൃതികളാണ് യേശുദേവൻ, മഹാത്മാഗാന്ധി, ജീവിത ചിന്തകൾ, ജീവിതയാത്രയിലെ മാർഗദർശി, സായാഹ്ന ചിന്തകൾ, ജീവിതയാത്രയിലെ മാർഗദർശി, സായാഹ്ന ചിന്തകൾ, സമകാലികരായ ചില കേരളീയർ, കാശ്മീർ കാര്യങ്ങൾ. ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളാണ്. നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ചാണ്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. ഈ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ഒന്നാം കേരള മന്ത്രിസഭ അധികാരത്തിൽ വന്നത് 1957 ഏപ്രിൽ 5-ാം തീയതിയാണ്. ഒന്നാം കേരള മന്ത്രിസഭ EMS മുഖ്യമന്ത്രിയായിക്കൊണ്ട് കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് 1957-ലാണ്. 1957 4-ാം മാസം 5-ാം തീയതിയാണ്.
ആദ്യത്തെ കേരള മന്ത്രിസഭ അധികാരത്തിൽ വന്നത്? ആദ്യത്തെ കേരള മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് 1957 കേരളം ഉണ്ടായത് 1956. 1956 കേരളം ഉണ്ടായെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത വർഷമാണ് 1957 ഒന്നാമത്തെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. 1957 ഏപ്രിൽ 5-ാം തീയതി, അതായത് 57 4-ാം മാസം 5-ാം തീയതി. ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് 59-ലാണ്. 59 ജൂലൈ 31. ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31. ഈ രണ്ട് തീയതികൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് തീയതികൾ ഞാൻ ഈ പറയുന്നത്. ഒന്ന് 1957 ഏപ്രിൽ 5 എന്നുള്ളതാണ്. 1957 ഏപ്രിൽ 5. രണ്ടാമത്തെ തീയതി എന്ന് പറയുന്നത് 1959 ജൂലൈ 31. ഈ രണ്ട് തീയതികളും നമ്മൾ കൃത്യമായും പഠിച്ചു വച്ചേക്കുക. ഒന്നാം കേരള മന്ത്രിസഭ അധികാരത്തിൽ വന്നതാണ് 1957 ഏപ്രിൽ 5. ആ മന്ത്രിസഭയെ പുറത്താക്കിയതാണ് 1959 ജൂലൈ 31. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ആക്ടിംഗ് ഗവർണറായിട്ടിരുന്നത് PS റാവു ആണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ആക്ടിംഗ് ഗവർണർ PS റാവുവും കേരളത്തിലെ ആദ്യത്തെ ഗവർണറായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ B രാമകൃഷ്ണ റാവു ആണ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ B രാമകൃഷ്ണ റാവു ആണ്. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ചോദിക്കുകയാണെങ്കിൽ അത് കൊഴിഞ്ഞ ഇലകളാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ. ഒന്നാം കേരള മന്ത്രിസഭയിൽ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തു, അതുപോലെ സഹകരണവും കൈകാര്യം ചെയ്തു. വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ സം കണ്ടോ? വിദ്യാഭ്യാസം. ഈ സായിൽ തന്നെ അടുത്ത വകുപ്പുണ്ട്, സഹകരണം. വിദ്യാഭ്യാസ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. ഇനി നമ്മൾ പറയാൻ പോകുന്ന VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ്. ആ ചോദ്യത്തിലുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചായിരുന്നു. VT ഭട്ടതിരിപ്പാട് 1896 ജനിച്ചത്. 1896 VT ഭട്ടതിരിപ്പാട് ജനിക്കുന്നത്. 1896 ഈഴവ മെമ്മോറിയൽ. 1896 ഈഴവ മെമ്മോറിയൽ. അപ്പോൾ VT ഭട്ടതിരിപ്പാട് ജനിക്കുന്ന 1896 മാർച്ച് 26. അദ്ദേഹം മരിച്ചത് 1982. 1982 ഫെബ്രുവരി 12-ാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത്. VT ഭട്ടതിരിപ്പാട് ജനിച്ചത് 1896 മാർച്ച് 26. അദ്ദേഹം മരിച്ചത് 1982 ഫെബ്രുവരി 12-ാം തീയതിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് രസിക സദനം എന്നാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ വീട്ടുപേരാണ് രസിക സദനം. അതിൻ്റെ യഥാർത്ഥ പേര് നമ്മളിനി പറയാൻ പോകുന്നത് അതിൻ്റെ യഥാർത്ഥ പേരാണ്. യഥാർത്ഥ പേര് വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ VT വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്, അതാണ് VT ഭട്ടതിരിപ്പാടിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. പിന്നെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയൊക്കെ അദ്ദേഹം പോരാടി. 17-ാം വയസ്സിൽ അക്ഷരാഭ്യാസം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരെന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. 17-ാമത്തെ വയസ്സിൽ അക്ഷരാഭ്യാസം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. മലയാളവും കണക്കും അഭ്യസിച്ച പാഠശാലയാണ് വിദ്യാവിലാസിനി. VT ഭട്ടതിരിപ്പാട് മലയാളവും കണക്കും അഭ്യസിച്ച പാഠശാല തൃത്താലയിലുള്ള വിദ്യാവിലാസിനി പാഠശാലയിലാണ് അദ്ദേഹം മലയാളവും കണക്കും പഠിച്ചത്. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഇദ്ദേഹമാണ്. VT ഭട്ടതിരിപ്പാടിനെയാണ് കറുത്ത പട്ടേരി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും സംസാരിച്ച് ഒന്നുകൂടി പറഞ്ഞുതരാം. VT ഭട്ടതിരിപ്പാട് 1896 മാർച്ച് 26 ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്ന 1982. 1982 ഫെബ്രുവരി 12-ാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത്. വീട്ടുപേര് രസിക സദനം എന്നാണ്. യഥാർത്ഥ പേര് വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാടെന്ന്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടി. 17-ാമത്തെ വയസ്സിൽ അക്ഷരാഭ്യാസം ആരംഭിച്ച പരിഷ്കർത്താവാരെന്ന് ചോദിച്ചാൽ ഉത്തരവിതാണ്. അദ്ദേഹം മലയാളവും കണക്കൊക്കെ അഭ്യസിച്ച പാഠശാലയാണ് വിദ്യാവിലാസിനി പാഠശാല, തൃത്താല. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ VT ആണ്. ഇനി 1921
അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതിന് സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോയി. ആ അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതിന് സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിന്, വി.ടി. ഭട്ടതിരിപ്പാടിന്. അപ്പോൾ അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1921. 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതിന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു. 1908 ഇദ്ദേഹം യോഗക്ഷേമ സഭ രൂപീകരിച്ചു. വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ രൂപീകരിച്ചത് 1908. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. യോഗക്ഷേമ സഭ എന്ന പേര് നിർദ്ദേശിച്ചത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ്. അപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ രൂപീകരിച്ചത് 1908. ആ പ്രസ്ഥാനത്തിൻ്റെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. യോഗക്ഷേമ സഭ എന്ന പേര് നിർദ്ദേശിച്ചത് ബ്രഹ്മദത്തൻ നമ്പൂതിരി. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതിന് സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച നവോത്ഥാന നായകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. 1908 അദ്ദേഹം യോഗക്ഷേമ സഭ രൂപീകരിച്ചു. അതിൻ്റെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. യോഗക്ഷേമ സഭ എന്ന പേര് നിർദ്ദേശിച്ചത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ യോഗക്ഷേമ പ്രസ്ഥാനങ്ങളുടെ സൂര്യവംശം എന്ന് വി.ടി. വിശേഷിപ്പിച്ചത് ദേശമംഗലത്ത് മനയാണ്. യോഗക്ഷേമ പ്രസ്ഥാനങ്ങളുടെ സൂര്യവംശമെന്ന് വി.ടി. വിശേഷിപ്പിച്ചതാണ് ദേശമംഗലത്ത് മന. യോഗക്ഷേമ സഭയെ ആട്ടിൻകൂലികളുടെ കഴുതകളി എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. വളരെ ശ്രദ്ധിച്ചുത്തരം എഴുതേണ്ട ഒരു പോയിൻ്റാണ് ഇപ്പോൾ സംസാരിച്ചത്. യോഗക്ഷേമ സഭയെ ആട്ടിൻകൂലികളുടെ കഴുതകളി എന്ന് വിശേഷിപ്പിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ പ്രസ്ഥാനങ്ങളുടെ സൂര്യവംശം എന്ന് വി.ടി. വിശേഷിപ്പിച്ച മനയാണ് ദേശമംഗലത്ത് മന. യോഗക്ഷേമ സഭയെ ആട്ടിൻകൂലികളുടെ കഴുതകളി എന്ന് വിശേഷിപ്പിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. മംഗളോദയത്തിൻ്റെ ആദ്യത്തെ എഡിറ്ററാണ് ചങ്ങമ്പുഴ. മംഗളോദയത്തിൻ്റെ ആദ്യത്തെ എഡിറ്ററാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് രമണൻ ആയിരിക്കും. രമണൻ എഴുതിയത് ചങ്ങമ്പുഴയാണല്ലോ. ചങ്ങമ്പുഴ എഴുതിയ വർഷം 1936. ചങ്ങമ്പുഴ രമണൻ എഴുതിയത് 1936. ഈ 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ അത് 1936. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. 1936 ചങ്ങമ്പുഴ രമണൻ എഴുതിയത്. ഇവിടെ ചങ്ങമ്പുഴയെ പറ്റി സംസാരിക്കേണ്ട സാഹചര്യമുണ്ടായത് യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയത്തിൻ്റെ ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴ എന്ന് പറഞ്ഞതാണ്. യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് 1933 പേരാമംഗലം സമ്മേളനത്തിൽ വച്ചാണ്. യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് 1933 പേരാമംഗലം സമ്മേളനം. അപ്പോൾ ഇവിടെ സംസാരിച്ച ഇപ്പോൾ യോഗക്ഷേമ പ്രസ്ഥാനങ്ങളുടെ സൂര്യവംശം എന്ന് വി.ടി. വിശേഷിപ്പിച്ച ദേശമംഗലത്ത് മന, യോഗക്ഷേമ സഭയെ ആട്ടിൻകൂലികളുടെ കഴുതകളി എന്ന് വിശേഷിപ്പിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട് തന്നെയാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമാണ്. അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ ചങ്ങമ്പുഴയാണ്. യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് 1933 പേരാമംഗലം സമ്മേളനം. ഇനി അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലഘുലേഖ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അമ്പലങ്ങൾക്ക് തീ കൊളുത്താമെന്ന ലഘുലേഖ വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കല്ലിനെ കല്ലായി കാണുക, മനുഷ്യനെ മനുഷ്യനായി കാണുക, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് വി.ടി.ആണ്. കല്ലിനെ കല്ലായി തന്നെ കാണുക, മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന് പറഞ്ഞത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹം 1919 നമ്പൂതിരി യുവജന സംഘം രൂപീകരിച്ചു. വി.ടി. ഭട്ടതിരിപ്പാട് 1919 നമ്പൂതിരി യുവജന സംഘം രൂപീകരിച്ചു.
നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രത്തിൻ്റെ പേരാണ് ഉണ്ണി നമ്പൂതിരി. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. വി ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറിയായ വർഷം 1929. വി ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറിയായ വർഷം 1929. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ: അമ്പലങ്ങൾക്ക് തീ കൊളുത്താമെന്ന് ആഹ്വാനം ചെയ്ത ഇദ്ദേഹമാണ്. കല്ലിനെ കല്ലായി കാണുക, മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന് അഭിപ്രായപ്പെട്ടു. 1919 നമ്പൂതിരി യുവജന സംഘം രൂപീകരിച്ചു. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രം ഉണ്ണി നമ്പൂതിരിയാണ്. വി ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറിയായ വർഷം 1929. ഇനി ഇദ്ദേഹം അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ പാർവതി നെന്മേനി മംഗലത്തെ സഹായിച്ചു. പാർവതി നെന്മേനി മംഗലം എന്ന് പറയുന്നത് കേരള ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ വനിതാ നേതാക്കളുടെ പട്ടിക എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പാർവതി നെന്മേനി മംഗലം. അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ പാർവതി നെന്മേനി മംഗലത്തെ ഇദ്ദേഹം സഹായിക്കുകയുണ്ടായി. സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവർക്കായി പാലക്കാട് ജില്ലയിലെ കൊടുമുണ്ടയിൽ 1935 ഉദ്ബുദ്ധ കേരളം എന്ന പേരിൽ അഭയ കേന്ദ്രം ഇദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവർക്കായി പാലക്കാട് ജില്ലയിലെ കൊടുമുണ്ടയിൽ 1935 ഇദ്ദേഹം ഉദ്ബുദ്ധ കേരളം എന്ന പേരിൽ ഒരു അഭയ കേന്ദ്രം സ്ഥാപിച്ചു. ഇദ്ദേഹം ആരംഭിച്ചൊരു മാസികയുടെ പേരാണ് വിദ്യാർത്ഥി. വിദ്യാർത്ഥി എന്ന പേരിൽ മാസിക ആരംഭിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. വി ടി ആരംഭിച്ചൊരു മാസികയാണ് വിദ്യാർത്ഥി. പിന്നെ യാഥാസ്ഥിതിക നമ്പൂതിരിമാരുടെ സുദർശനം എന്ന പ്രസിദ്ധീകരണത്തിനെതിരെ വി ടി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് പാശുപതം. യാഥാസ്ഥിതികരായിട്ടുള്ള നമ്പൂതിരിമാരൊരു പ്രസിദ്ധീകരണം ആരംഭിച്ചു. ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് സുദർശനം എന്നാണ്. സുദർശനം. യാഥാസ്ഥിതിക നമ്പൂതിരിമാർ ആരംഭിച്ച സുദർശനം എന്ന പ്രസിദ്ധീകരണത്തിനെതിരായിട്ട് വി ടി ആരംഭിച്ച പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് പാശുപതം. പാശുപതം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം വി ടിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. യാഥാസ്ഥിതിക നമ്പൂതിരിമാരുടെ സുദർശനം എന്ന പ്രസിദ്ധീകരണത്തിനെതിരെ വി ടി ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് പാശുപതം. ഇനി ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠന സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി ടി ഭട്ടതിരിപ്പാട് നടത്തിയ യാചനയാത്രയാണ്. വി ടി ഭട്ടതിരിപ്പാട് ഒരു യാത്ര നടത്തി. ആ യാത്രയുടെ പേരാണ് യാചനയാത്ര. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠന സാഹചര്യം ഒരുക്കണം. യാചനയാത്രയുടെ ഉദ്ദേശം ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠന സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വി ടി ഭട്ടതിരിപ്പാട് നടത്തിയൊരു യാത്ര. ആ യാത്രയുടെ പേരാണ് യാചനയാത്ര. 1931 ഏപ്രിൽ 26 യാത്ര ആരംഭിച്ചത്. 7 ദിവസമാണ് യാത്ര നീണ്ടുനിന്നത്. 1931 ഏപ്രിൽ 26 ആരംഭിച്ചത്. യാത്ര തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനയാത്ര ഉണ്ടായിരുന്നത്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനയാത്ര ഉണ്ടായിരുന്നത്. ഇനി മിശ്ര വിവാഹ പ്രചരണത്തിനായി വി ടിയുടെ നേതൃത്വത്തിൽ 1968 മിശ്ര വിവാഹ പ്രചരണത്തിനായി വി ടിയുടെ നേതൃത്വത്തിൽ 1968 നടന്ന ജാഥയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ. മിശ്ര വിവാഹം പ്രചരിപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം നടത്തിയൊരു ജാഥ. 1968 ജാഥ നടത്തുന്നത്. 1968 നടന്ന ജാഥയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ. അത് കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയായിരുന്നു സാമൂഹിക പരിഷ്കരണ ജാഥ. കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ. ഇനി സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വി ടിയുടെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വി ടിയുടെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നാടകം പുറത്തിറങ്ങിയത് 1929 ഡിസംബർ 24 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം പുറത്തിറങ്ങിയത് 1929 ഡിസംബർ 24 അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നാടകമാണ്. നാടകം ആദ്യം അവതരിപ്പിച്ചത് തൃശ്ശൂരിലെ ഇടക്കുന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. തൃശ്ശൂരിലെ ഇടക്കുന്നിയിലാണ് നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. നാടകം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസികയുടെ പേരാണ് ഉണ്ണി നമ്പൂതിരി. നാടകം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസികയാണ് ഉണ്ണി നമ്പൂതിരി. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും എന്ന കൃതിക്ക് 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഈ കൃതിക്ക് 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് 1929 ഡിസംബർ 24 അത് തൃശ്ശൂരിലെ ഇടക്കുന്നിയിലാണ് അവതരിപ്പിച്ചത്. നാടകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച മാസിക ഉണ്ണി നമ്പൂതിരിയാണ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും.
കണ്ണീരും കിനാവും എന്ന കൃതിക്ക് 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇനി വി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം എന്ന സ്ഥലത്താണ്. പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ് വി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. വി ടിയുടെ കൃതികൾ പറയുകയാണ്. ഒരു കൃതിയാണ് കർമ്മ വിചാരം എന്ന് പറയുന്നത്. കർമ്മ വിചാരമുണ്ട്, കർമ്മ വിപാകവുമുണ്ട്. പ്രധാനപ്പെട്ട 2 കൃതികൾ കർമ്മ വിചാരം, കർമ്മ വിപാകം, കണ്ണീരും കിനാവും, കാലത്തിൻ്റെ സാക്ഷി. ഈ ഒരു 4 കായിൽ തുടങ്ങുന്നതിന് ഒരു 4 ഉണ്ടെന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായി. കർമ്മ വിചാരം, കർമ്മ വിപാകം, കണ്ണീരും കിനാവും, കാലത്തിൻ്റെ സാക്ഷി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് പോംവഴി, മറ്റൊരു കൃതിയാണ് വെടിവെട്ടം. പോംവഴി, വെടിവെട്ടം. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. കർമ്മ വിചാരം, കർമ്മ വിപാകം, കണ്ണീരും കിനാവും, കാലത്തിൻ്റെ സാക്ഷി, പോംവഴി, വെടിവെട്ടം, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. മറ്റൊരു കൃതി അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കൃതിയാണ് പറയുന്നത് രജനീ രംഗം. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ്. എൻ്റെ മണ്ണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. ദക്ഷിണായനം, രജനീ രംഗം, എൻ്റെ മണ്ണ്, ദക്ഷിണായനം, ചക്രവാളങ്ങൾ. അടുത്ത അദ്ദേഹത്തിന് മറ്റൊരു കൃതിയാണ് ചക്രവാളങ്ങൾ. ചക്രവാളങ്ങൾ, വിഷുക്കൈനീട്ടം, പൊഴിഞ്ഞ പൂക്കൾ. രജനീ രംഗം, എൻ്റെ മണ്ണ്, ദക്ഷിണായനം, ചക്രവാളങ്ങൾ, വിഷുക്കൈനീട്ടം, പൊഴിഞ്ഞ പൂക്കൾ. ഇതെല്ലാം വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കൃതികളാണ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ഇത്രയുമാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ടായിരുന്നത്. അടുത്തൊരു ചോദ്യവും അനുബന്ധ വിവരങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.